നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. കഴിഞ്ഞ ശനിയാഴ്ചത്തെ പോലെയല്ല, വേറെ സൈസിൽ, വേറെ രീതിയിൽ കേട്ടോ. അതിന് നമ്മൾ ആദ്യം ഉള്ളിയും തക്കാളിയും കിഴങ്ങും പച്ചമുളകും ഇത്രയും സാധനം ഇങ്ങനെ വഴറ്റിയെടുക്കുക. ബാക്കി കാണിക്കാം. നമ്മുടെ ചിക്കൻ ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ വാരിയിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. വൃത്തിക്ക് കഴുകി വാരി ഇട്ടിട്ട് വരട്ടെ കേട്ടോ. ചിക്കൻ ഇവിടെ കഴുകി വാരി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടത് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില. ഇനി ഉണ്ടാക്കുന്ന കാണിക്കാം. നമുക്ക് ഒരു ചെരുവ അടുപ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, എണ്ണ ചൂടായി വന്നു. നമ്മൾ കടുക് ഇട്ട് കൊടുത്തേക്കാം. അതിനൊപ്പം തന്നെ ഇച്ചിരി പെരുംജീരകവും. ഇനി വേണ്ടത് കടുകെല്ലാം പൊട്ടി തീർന്നു. ഇനി നമ്മുടെ ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി ഒക്കെ ഇത്ര സാധനം അതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാള അരിഞ്ഞത് നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്താ നമ്മളെ ഉള്ളിയും അടുപ്പ് വെച്ചെല്ലാം നല്ല റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. നല്ലോണം മൂക്കട്ടെ. ഇത് പണിസ്ഥലത്ത് വെക്കുന്ന കറിയാട്ടോ. തെറ്റുകൂട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് സൗകര്യമില്ല, കല്ലും ഉപ്പും. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. എന്നാൽ പൊടി കരിയാതെ കിട്ടും. നമ്മുടെ ചിക്കൻ ഇതാ എല്ലാം മസാലയും മുളകെല്ലാം തേച്ച് എല്ലാം വൃത്തിക്ക് ഇളക്കി കണ്ടീഷനിലാക്കി നല്ലോണം ഇളക്കി ചേർക്കണം കേട്ടോ. ഇറക്കി ചേർത്തിട്ട് നല്ലപോലെ ഇതായിട്ട് പറ്റി കഴിയുമ്പോഴത്തേനും ആ ചിക്കൻ്റെ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒത്തിരി ചാറ് വേണം, ചോറിനുള്ള കറി ആയതുകൊണ്ടാണ്. പിന്നെ എല്ലാ ശനിയാഴ്ച ഇവിടെ ചിക്കൻ മേടിക്കും. അതുകൊണ്ടാണ് ഇന്ന് വെറൈറ്റി ചിക്കൻ ഇട്ടത് കേട്ടോ. നമുക്ക് ഒത്തിരി ഇംഗ്ലീഷൊന്നും അറിയില്ലാത്തതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തവർക്ക് ആയിരം നന്ദി. നമുക്ക് ഏതാണ്ട് 100 കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ അത് പൂർത്തിയാവും, 1000 പൂർത്തിയാവും. പിന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളി പച്ചമുളകും കൂടെ ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ കറി ആവട്ടെ, കാണിക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ചോറ് കോരി കുടിക്കാൻ ചൂടുവെള്ളം വെച്ചിരിക്കുന്നു. പിന്നെ നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. പിന്നെ അതിന് മണ്ടയിൽ കൂടെ 2 or 3 കരിവേപ്പില ഇടുക. നമുക്ക് അടച്ചു വെക്കാം. എല്ലാവരും ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പണിസ്ഥലത്തെ കറി ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിലും ടേസ്റ്റ് കിട്ടും. നമ്മളിവിടെ എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും മുതലാളിമാർ മേടിച്ചുകൊണ്ട് തരും. ഒരു പ്രശ്നവുമില്ല. എല്ലാവരും തന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് നമുക്ക് ഫുള്ളാകാറായിട്ടുണ്ട്. ബാക്കിയും കൂടെ ചെയ്യുക. എല്ലാവർക്കും 1000 നന്ദി. ചെയ്തവർക്കും എല്ലാവർക്കും 1000 നന്ദി. ഇനിയിപ്പോൾ നമ്മുടെ ഏരിയ ആണിത് കേട്ടോ. ഓക്കെ, താങ്ക് യു.